ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഹസാർഡ് ലൈറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഈ ഹസാർഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് മൊഡ്യൂൾ വെച്ചിട്ടല്ല ചെയ്തത്, നോർമൽ നമ്മൾ കണക്ഷൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിത് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഹസാർഡ് ലൈറ്റ് നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് 4 ഇൻഡിക്കേറ്ററിൽ നിന്നും വയർ എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്നും എടുക്കുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൽ നിന്ന് ബാക്കിൽ നിന്നും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൽ നിന്ന് എടുക്കുക, അതുപോലെ റൈറ്റിൽ നിന്ന് എടുക്കുക, ഇതിൽ നിന്ന് എടുക്കുക. 4 കണക്ഷൻ എടുത്തിട്ട് അതിന് 2 വയറിന് നടുക്ക് ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ അതാണ് ചെയ്തത്, കാരണം അതാണ് ബെറ്ററായിട്ട് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കുറേ ഹസാർഡ്സ് വേണമെന്ന് നിർബന്ധമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് മാറ്റി അപ്പുറം ഇങ്ങനെ അതിനെക്കൊണ്ട് യൂസ് ഇല്ലാന്ന് തോന്നി. കാരണം നമ്മൾ നോർമൽ ഹസാർഡ് ലൈറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 4 ഇൻഡിക്കേറ്ററും കത്തുക എന്നല്ല, അല്ലാണ്ട് ഡിസൈനിൽ കത്തിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഞാനത് ചെയ്യേണ്ട വിചാരിച്ചാൽ മുന്നേ ചെയ്തതായിരുന്നു, പക്ഷേ അതെനിക്കത് ബുദ്ധിമുട്ടായി തോന്നിയുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക. അതിൻ്റെ ഫുൾ ഞാൻ ഇതിൻ്റെ വീഡിയോയിലൂടെ വോയിസ് ഓവർ ചെയ്ത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അത് മൊത്തത്തിൽ കണ്ടേ ഞാൻ മനസ്സിലാവും. കാരണം യൂട്യൂബിൽ ആരും അത് ഇതുവരെ വൃത്തിയായിട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് റിസർച്ച് ചെയ്തതിന്, പക്ഷേ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ ഇത്ര റിസർച്ച് ചെയ്യാനൊന്നുമില്ല, എന്നാലും ഞാൻ കുറേ തപ്പി കണ്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് നോക്കി എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അതാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഇതിൽ ഹസാർഡ് ലൈറ്റ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം 2 ഇൻഡിക്കേറ്റർ വയേഴ്സ് കണ്ടുപിടിക്കണം, ഫ്രണ്ടത്തെയും ബാക്കത്തെയും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതാണ് ബാക്കത്തെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വയർ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയർ എടുക്കുക, ഒരു 1 മീറ്ററിൻ്റെ വയർ എടുത്തതിന് ശേഷം അത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് കൊണ്ടുവന്ന രീതിയിൽ കൊണ്ടുവരിക. അതിനുശേഷം ആ 2 വയറും ഓരോ വയർ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ലെഫ്റ്റിലേക്കാണ് കൊടുക്കുന്നത്, റൈറ്റിലേക്കാണ് കൊടുക്കുന്നത്. മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ ഇൻഡിക്കേറ്ററിൽ നിന്ന് വയറിനും വേണ്ടിയിട്ട് അത് ചിപ്പ് ചെയ്തെടുക്കുക, 2 സൈഡും ചിപ്പ് ചെയ്തെടുക്കുക. ചിപ്പ് ചെയ്തതിന് ശേഷം ഓരോ വയറും എടുത്തിട്ട് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ക്ലിപ്പ് അഴിക്കുക. ആ ക്ലിപ്പ് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്രിക പോലത്തെ എന്തുണ്ടെങ്കിലും മതി. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പൊന്തിച്ചതിന് ശേഷം അത് ഈസി ആയിട്ട് ഊരിങ്ങ് വരും. വീഡിയോ കാണാതെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അധികം വലിക്കരുത്, അധികം വലിച്ച ക്ലിപ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ക്ലിപ്പൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരി വരുന്നതായിരിക്കും. ഊരി വന്നതിന് ശേഷം ഓൾറെഡി ഞാൻ മുന്നേ ചെയ്ത് വെച്ചതിൻ്റെ കുറച്ച് വയറിംഗ് ഉണ്ട്, അതാണ് അങ്ങനെ എടുത്ത് കളഞ്ഞത്. അതിന് ശേഷം ആ ഇൻഡിക്കേറ്ററിൻ്റെ ആ വയറിൽ നിങ്ങൾക്ക് കാണാം ഒരു കറണ്ട് വരുന്നൊരു ടെർമിനൽ. അപ്പോൾ കറണ്ട് വരുന്ന ടെർമിനലിലോട്ട് ജസ്റ്റ് നിങ്ങൾ ആ കൊണ്ടുവന്ന വയർ ജസ്റ്റ് നിങ്ങൾ അതിനുള്ളിലോട്ട് എന്താ പറയുക പ്ലഗ് ഇൻ ചെയ്ത് വെക്കുക. എവിടെയും വയർ കട്ട് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ആ ടെർമിനലിലോട്ട് നൈസായിട്ട് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ആ ക്ലിപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ചുറ്റാൻ മാക്സിമം ശ്രമിക്കുക. കാരണം പുറത്ത് വയർ ഉണ്ട് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറി പോലെ മഴ എന്തെങ്കിലും കാരണം അതിലേക്ക് വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വയറിങ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അതിനുള്ള ഇൻസുലേഷൻ ടാപ്പ് ചുറ്റണം. അതിൽ നിങ്ങൾ 2 ടെർമിനലിലേക്ക് അത് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലൈറ്റ് വെച്ചപ്പോൾ ഞാൻ റിലേ ഫിറ്റ് ചെയ്തായിരുന്നു, ബട്ട് ഇതിൽ ഞാൻ റിലേ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ റിലേ വേണോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് അത്ര അതിനെപ്പറ്റി അറിവില്ല. ഇതിന് റിലേ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അത് റിലേ ഫിറ്റ് ചെയ്യും. എനിക്ക് റിലേ വേണ്ട എന്നാണ് എൻ്റെ ഒരു അറിവ്. ബാക്കത്തെ 2 ടെർമിനലിലോട്ട് വയർ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വയർ ഗ്യാപ്പിലൂട്ട്, ആ സൈഡിലൂട്ട് ഗ്യാപ്പിലൂട്ട് നിങ്ങൾ എടുത്തിട്ട് അതേപോലെ എന്തായാലും വണ്ടിയുടെ ഫുള്ള് ഇതഴിക്കേണ്ടി വരും ഫെയറിങ്. അപ്പോൾ ഫെയറിങ് അഴിച്ചതിന് ശേഷം സൈഡിലൂട്ട് എടുക്കുക. മാക്സിമം എവിടെയും അമരാത്ത രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് നോർമൽ വയറിങ്ങാണ്, വയറിങ് മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ടത്തെ ഇത് വഴിക്കുക ഇൻഡിക്കേറ്ററിൻ്റെ. അത് ജസ്റ്റ് നമ്മളെ ഈ ഹോണിൻ്റെ ബാക്കിലായിട്ടാണ് ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ അതിലും നിങ്ങളത് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. സെയിം ബാക്ക് ചെയ്ത അതേ പ്രോസസ്സ്. നിങ്ങളിത് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സസ്പെൻഷൻ്റെ സൈഡിലൂട്ട് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം വണ്ടി വളയ്ക്കുമ്പം ചിലപ്പം വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കട്ടാവാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ കുറച്ച് നീളം കൂടിയ വയർ ഉപയോഗിച്ചിട്ട് സൈഡിലൂട്ട് എടുക്കാൻ ശ്രമിക്കുക. സെൻറ്ററിലൂട്ട് ആദ്യം അങ്ങനെ എടുത്ത് അതിനുശേഷം വീണ്ടും നമ്മളത് അഴിച്ചതിന് ശേഷം വീണ്ടും കണക്ട് ചെയ്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ വയർ ടൈറ്റായി നിൽക്കാൻ പാടില്ല, കുറച്ച് ലൂസാക്കി വിടുക. കാരണം എന്ന് വെച്ചാൽ എന്നാലേ ഫ്രണ്ടത്തെ ആ ഒരു പ്ലേ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വണ്ടി തിരിക്കുന്ന സമയത്ത് വയറിങ് മുറിയാൻ ചാൻസ് ഉണ്ട്. ഇതാണ് റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ വയർ മീൻസ് അതിൻ്റെ കണക്ഷൻ വരുന്ന ഭാഗം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലെഫ്റ്റ് ബാക്കും ഫ്രണ്ട് ലെഫ്റ്റും 2 വയേഴ്സും സെയിം ആയിരിക്കണം കണക്ഷൻ. അതുപോലെ അപ്പുറത്തെ
റൈറ്റ് ബാക്കും റൈറ്റ് ഫ്രണ്ടും രണ്ടും വയർ കണക്ഷൻ ചെയ്ത് സെയിം ആയിരിക്കണം. അത് വേറെ വേറെ ആണെങ്കിൽ ചിലപ്പം പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണക്ഷൻ കൊടുക്കുമ്പം റെഡും ബ്ലാക്കും ആയിരിക്കും നോർമലി കൊടുക്കുന്ന വയേഴ്സ്. അപ്പം റെഡും ബ്ലാക്കും എവിടെയൊക്കെ കൊടുത്തത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്ത് വെക്കുക രണ്ട് ഇതും. അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കണക്ഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വിച്ചിൻ്റെ സൈഡിലേക്ക് വരുന്ന നമ്മൾ കൊടുത്ത കണക്ഷൻ ചെയ്ത വയർ ചിപ്പ് ചെയ്ത് കളഞ്ഞ ശേഷം സ്വിച്ചിൻ്റെ 2 വയേഴ്സും ആ ഓരോ വയേഴ്സിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 4 ഇൻഡിക്കേറ്ററും കത്തുന്നത്. ജസ്റ്റ് ഞാൻ ബാക്കത്തെ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. 4 സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് നോർമൽ നമ്മൾ കാറിലൊക്കെ കാണുന്ന രീതിയിൽ ജസ്റ്റ് 4 ഇൻഡിക്കേറ്റേഴ്സും ബ്ലിങ്ക് ആവുക. ഇതിലൊറ്റ പാറ്റേൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. പാറ്റേൺ എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ നോർമലി കണക്ഷൻ ചെയ്തത്. ഇതാണ് ആ കണക്ഷൻ കൊടുത്ത പോയിന്റ്. സ്വിച്ചിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ ആ നമ്മൾ കൊടുത്ത 2 വയേഴ്സ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും പോകുന്ന ആ വയേഴ്സിൻ്റെ നടുക്ക് ജസ്റ്റ് ചിപ്പ് ചെയ്തതിന് ശേഷം രണ്ടും കണക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ മാക്സിമം ഫുൾ ഇൻസുലേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എല്ലാ കണക്ഷനിലും എല്ലാ വയർ വരുന്ന ഭാഗം നമ്മൾ എവിടെയൊക്കെ ചിപ്പ് ചെയ്തോ എവിടെയൊക്കെ നമ്മൾ കണക്ഷൻ കൊടുത്തോ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഇൻസുലേഷൻ ടാപ്പ് എടുത്ത് അത് സീൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ ഞാൻ മൊത്തത്തിലെ ഹസാർഡ് കത്തുന്നത് നിങ്ങൾ കാണിച്ചെന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ലെഫ്റ്റോ റൈറ്റോ ഇൻഡിക്കേറ്റർ ഓൺ ആക്കുക. നിങ്ങളിഷ്ടം ലെഫ്റ്റോ റൈറ്റോ ഓൺ ആക്കുക. അതിനുശേഷം ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നതാണ്. 4 സൈഡും വർക്ക് ചെയ്യും. ഫ്രണ്ട് മാത്രമല്ല 4 സൈഡും വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഓഫാക്കാൻ സിമ്പിളാണ്. ജസ്റ്റ് ഈ സ്വിച്ച് ഓഫാക്കുക, ഇൻഡിക്കേറ്റർ ഓഫാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്വിച്ച് ഓഫാക്കി നോർമൽ ഇൻഡിക്കേറ്റർ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ മതി. ബട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രം കത്തൂല. ഇത് നിങ്ങൾ ഇൻഡിക്കേറ്ററിനതും കൂടി ഞെക്കണം. കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് മാത്രം കണക്ഷൻ എടുത്ത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ മാത്രമേ കത്തൂ, ബാക്കത്തെ കത്തത്തില്ല. അത് BMW ഈ ഒരു ബൈക്കിൻ്റെ ഇഷ്യൂ ആണ്. അത് കണ്ടതിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോർമലി ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ 2 കണക്ഷൻ എടുത്ത് ഈ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് എന്നും എത്തുന്നതായിരിക്കും. പോരാതെ അടുത്ത റൈഡറിൻ്റെ വീഡിയോസ് മലയാളത്തിൽ വേണോ ഇംഗ്ലീഷ് വേണോ നിങ്ങൾ പ്ലീസ് ഹിന്ദിയിൽ വേണോ എന്ന് പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. Till now, this is Vishnu signing off.